പ്ലസ് ടു സേയുടെ മാത്സിന്റെ ആൻസർ കീ ഒഫീഷ്യലായിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാം വാല്യൂ ചെയ്യുന്നത്. പഴയ കാലം പോലല്ല, നമുക്ക് എപ്പോഴും എല്ലാവർക്കും എങ്ങനെയാണ് ആൻസർ നിങ്ങളുടെ നോക്കുന്നത്, നിങ്ങൾ എഴുതിയേക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ടുള്ളത്. അത് നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പല ആൻസറിനും വേണ്ടി നമ്മൾ എഴുതിയത് ശരിയാണോ, അവരുടെ ആൻസർ ഏതാണ്, എങ്ങനെയാണ് നമ്മുടെ മാർക്ക് പോയത്, ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങളും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കൂടെ ഒക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി നിങ്ങൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ആൻസർ കീ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ എഴുതിയേക്കുന്നത് വെച്ചുകൊണ്ട് മാർക്ക് കിട്ടാനുള്ള വഴിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിയാം. മാർക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള വഴിയാണത്. അപ്പൊ നമ്മുടെ ആൻസർ കീ ഒന്ന് എളുപ്പം ഒന്ന് പറയാം. എന്തായാലും ഒറ്റ കാര്യം ഞാൻ ആദ്യം പറയാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ നിങ്ങൾക്ക് ഒരു ഫോർമുല അറിയാമെങ്കിൽ അത് അവിടെ എഴുതി വെച്ചാൽ അവിടെ മാർക്കുണ്ട്. അത് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളപ്പോൾ. കാരണം ഇവിടെ അവർ ഫോർമുലയ്ക്ക് അര മാർക്ക് ഏറ്റവും കുറഞ്ഞത് ഇടുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ടഫായിട്ടുള്ളതാണെങ്കിൽ അവിടെ 1 മാർക്ക് വരെ വേണമെങ്കിൽ ടീച്ചേഴ്സിന് ഇടാം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനില് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. അത് സ്ക്യൂ സിമെട്രിക് ആയിരുന്നു. അപ്പൊ സ്ക്യൂ സിമെട്രിക് എന്നായിരുന്നു. അതിന് ഒരു മാർക്കുണ്ട് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ കെയുടെ വാല്യൂ 7 ആണ്. അപ്പൊ നമുക്ക് ടോട്ടലി അവിടെ നമുക്ക് 3 മാർക്കാണ് അതിനുള്ളത്. അപ്പൊ അവിടെ അതിന് 2 മാർക്ക് കൂടെ ചേർത്താണ് കേട്ടോ. എ സ്ക്വയർ കണ്ടുപിടിച്ചാൽ തന്നെ 1 മാർക്കുണ്ട്. അവിടെ എ ഉണ്ട്. എ സ്ക്വയറിനെ കണ്ടുപിടിച്ചുകൊണ്ട് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ എ സ്ക്വയറിനെ കണ്ടുപിടിച്ചാൽ 1 മാർക്കുണ്ട്. ബാക്കിയും കൂടെ ചെയ്യുന്നതിനാണ് നമുക്ക് 1 മാർക്ക്. അങ്ങനെ ടോട്ടലി 3 മാർക്കുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 1 1 ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ റേഞ്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റേഞ്ച് ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ മോഡുലസ് x +2 എന്നുള്ളതാണ്. എക്സ് ആക്സിന്റെ വൈ ആക്സിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കേട്ടോ. അപ്പൊ അതിന്റെ റേഞ്ച് എഴുതിയാൽ തന്നെ 2 to infinity എന്ന റേഞ്ച് എഴുതിയാൽ തന്നെ അവര് 1 മാർക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒന്നുമേ എഴുതാതിരുന്ന് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് അങ്ങ് പോകും. എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അവർ എഴുതി കഴിഞ്ഞാൽ അവർ മാർക്ക് തരാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ അവർക്ക് സന്തോഷമാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സാധാരണ ആരുമേ അത് അറ്റൻഡ് ചെയ്യാൻ സാധ്യതയില്ല. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ നോക്കുന്നില്ല. പിന്നെ അതിന്റെ ഒന്നാമത്തെ പാട്ട് 5π/6 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു കേട്ടോ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ്റേത് മോഡലസ് കോസ് x എന്നായിരുന്നു. കണ്ടിന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പൊ ആ പാട്ട് രണ്ടാമത്തെ പാട്ടൊക്കെ വിട്ടേരെ. അപ്പം ഒന്നാമത്തെ പാട്ടിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഡീപ് പാർട്ട് ആയിരുന്നു കേട്ടോ. അഞ്ചാമത്തെ പാർട്ട് നമ്മുടെ f'(x) ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിരുന്നു. അത് സാധാരണ എല്ലാവരും നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ x² മൈനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. അവിടെ നമുക്ക് 6x - 24 എന്നാണ് അതിന്റെ f'(x) കിട്ടുന്നത്. അപ്പൊ ആ f'(x) എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ അവർ തരും കേട്ടോ. ഇപ്പൊ അവിടെ f'(x) കണ്ടുപിടിച്ചാൽ 1/2 മാർക്ക്, അവിടുന്ന് എക്സിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടുന്നതിന് 1/2 മാർക്ക്. അപ്പൊ അവിടെ തന്നെ 1 മാർക്കുണ്ട്. പിന്നെ ഇൻക്രീസിങ് ഇന്റർവൽ 4 to infinity-യും ഡിക്രീസിങ് ഇന്റർവൽ -∞ to 4 അവിടെ. അപ്പൊ അതുകൂടെ 1/2 മാർക്ക് വെച്ച് വീതമുണ്ട്. അപ്പൊ അവിടെ തന്നെ 2 മാർക്ക് വീണു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി f'(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇൻക്രീസിംഗ് എന്ന് എഴുതിയാൽ 1/2 മാർക്ക്. f'(x) ലെസ് ദാൻ ഓർ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവാനും ഡിക്രീസിംഗ് ആവാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ f'(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 വരുമ്പോൾ ഇൻക്രീസിംഗും f'(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വന്നാൽ അത് ഡിക്രീസിംഗും. അപ്പൊ അതിന് എഴുതിയാലും 1 മാർക്ക് തരുന്നുണ്ട്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ പക്ഷെ രണ്ടും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. അത് പിന്നെ കടല പോലെ കിടക്കുന്നതുകൊണ്ട് ആർക്കുമേ ഇവിടെ പോയി പഠിക്കും എന്നുള്ളതാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പക്ഷെ സാധാരണ രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല വന്നത്. മോഡുലസ് A, മോഡുലസ് B, മോഡുലസ് A × B എന്നത്. സാധാരണ നമുക്ക് A.B ഒക്കെ തന്നിട്ടാണ് ആംഗിളിനെ കണ്ടുപിടിക്കാൻ. ഇവിടെ മോഡുലസ് A × B ആണ്. അപ്പൊ നമ്മൾ A × B യുടെ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അവിടെ തീറ്റ നമുക്ക് കിട്ടുന്നത് 45 ഡിഗ്രി ആണ്. പിന്നെ അതിന്റെ രണ്ടാമത്തെ പാർട്ട് 2 മാർക്കുണ്ട്. അത് നല്ലതാണ്. പ്രൊജക്ഷനെ കണ്ടുപിടിക്കാൻ അവിടെ ഫോർമുല ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നതാണ്. അതൊന്നും ചെയ്തില്ലെങ്കിൽ അവരെ ഇഷ്ടമേ അല്ല. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത് ചെയ്തില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ പ്രൊജക്ഷൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊജക്ഷൻ A.B/മോഡുലസ് B എന്നുള്ളത് ഫോർമുലയാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോബബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
അവിടെ നമുക്ക് പി ഓഫ് ബി ഗിവൺ എ 1 ആണ് ഒന്നാമത്തെ പാർട്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ടില് പി ഓഫ് എ ഇൻഡിപെൻഡന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. അത് എപ്പോഴും എക്സാമിൽ ചോദിക്കും. ഇൻഡിപെൻഡന്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ അങ്ങനെ എഴുതിയാൽ അവര് അരമാർക്ക് 1 മാർക്ക് തരും കേട്ടോ. ഇവിടെ ഇപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ 1 മാർക്ക് തരാനാ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ പി ഓഫ് എ ഇൻറ്റു ബി. ഇപ്പൊ ഇൻഡിപെൻഡന്റ് കേട്ടാൽ അങ്ങനെ അങ്ങ് എഴുതണം. ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒന്നുമേ അറിയാൻ വയ്യാത്തവർക്ക് മാർക്ക് കിട്ടാനുള്ള വഴിയായിരുന്നു കേട്ടോ. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതിൻ്റെത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, പക്ഷെ അത് പഠിച്ചുകൊണ്ട് പോയവരുടെ എണ്ണം കുറവായിരിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതിന് നമുക്ക് 4 മാർക്ക് ഉണ്ട് അവിടെ കേട്ടോ, 4 മാർക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് എല്ലാം കിട്ടേണ്ടതാണ്, കാരണം 4 മാർക്കാണ്. സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഒരു 2/2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് അത് സ്ക്യൂ സിമെട്രിക് ആകണമെന്നുണ്ടെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആകാൻ XYZന്റെ വാല്യൂ അത് പിന്നെ എളുപ്പമാവട്ടെ. രണ്ടാമത്തേത് 3 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും, വളരെ സിമ്പിൾ ആയിട്ട്. അത് എളുപ്പമാണ്, അതും 2/2 ആയിട്ട് ഒത്തിരി ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവിടെ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടാനുള്ള വഴിയുണ്ട്. പിന്നെ 11ാമത്തെ പാർട്ട് ഇച്ചിരി പാടായിട്ടുള്ളതാണ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. 12 പക്ഷേ കിട്ടിയിരിക്കണം, കാരണം ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് സർക്കിളിന്റെ ക്വസ്റ്റ്യൻ ആ വന്നത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ മോശമാണ്, കാരണം അത് നമുക്ക് ഒരു 4-5 ചോദ്യങ്ങൾ പഠിച്ചാൽ ഒരു ചോദ്യം 4 മാർക്കിന് കിട്ടുന്നതാണ്. സർക്കിൾ തന്നെ വന്നതുകൊണ്ട് കുഴപ്പമില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അവിടെ ഓർഡർ ഡിഗ്രി എഴുതുന്നവർക്ക് 1 മാർക്കുണ്ട് കേട്ടോ. ഓർഡർ 1 ഡിഗ്രി 1 എന്ന് എഴുതുന്നവർക്ക് 1 മാർക്കുണ്ട്, 1/2 മാർക്ക് വീതം. ഓർഡറിന് 1/2 മാർക്ക്, ഡിഗ്രിക്ക് 1/2 മാർക്ക് കേട്ടോ. അതിന്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ 1 ആണ്, ഡിഗ്രിയും 1 ആണ് കേട്ടോ. നെക്സ്റ്റ് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചവരുടെ എണ്ണം കുറവായതുകൊണ്ട് മാത്രം പ്രശ്നമായിരിക്കാം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യന് വെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. പെർപെൻഡിക്കുലർ ആണെന്നുള്ളതിന്റെ വെച്ചുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് 0. നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസിന്റെ ഒരു റിലേഷൻ ആണ്. കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു റിലേഷൻ വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യന് എല്ലാവരും ചെയ്തിരിക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 4 മാർക്കും കിട്ടും. അത് എല്ലാ വർഷങ്ങളും ചോദിക്കുന്നതാണ്. ഡയറക്റ്റ് പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ആ ഫോർമുല എഴുതിയ B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ മോഡുലസ് B1 ക്രോസ് B2 ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുന്നവർക്ക് 1 മാർക്കുണ്ട്. പിന്നെ അങ്ങോട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് 1/2 മാർക്കുണ്ട്. ഏതാ A1 B1 A2 B2 അതിന് 1/2 മാർക്ക്. പിന്നെ B1 ക്രോസ് B2 കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്. അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നതിന് 1/2 മാർക്ക്. A2 നിന്ന് A1 കുറയ്ക്കുന്നതിന് 1/2 മാർക്ക്. എന്നിട്ട് ലാസ്റ്റ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ചെയ്യുന്നതിന് 1/2 മാർക്ക് കണ്ടോ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 4 മാർക്കാണ്. ലാസ്റ്റ് ആ ഫോർമുലയ്ക്ക് ഉള്ളിലോട്ട് കൊടുത്ത് ആൻസർ ഫൈനൽ കിട്ടുന്നതിന് 1/2 മാർക്ക്. അങ്ങനെ 4 മാർക്ക് അതെല്ലാവർക്കും കിട്ടിക്കാണണം. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസ് ഇയർ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന എല്ലാവരും പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ 4 മാർക്ക്. ഇപ്പൊ നോക്കി അടുപ്പിച്ച് നമുക്ക് 4 മാർക്ക് കിട്ടി, 8. പിന്നെ നമ്മുടെ നേരത്തെ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് 2 മാർക്ക് 10 മാർക്ക്. നെക്സ്റ്റ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആ ഇന്റർവെല്ലിനെ കണ്ടുപിടിക്കാൻ 2 മാർക്ക്. അപ്പൊ 14 മാർക്ക്. നോക്കിക്കേ, വളരെ ഈസി ആയിട്ട് നമുക്ക്. പിന്നെ ഇനി കിടക്കുന്നു ഏതാ, സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ് 6 മാർക്ക്. ലീനിയർ പ്രോഗ്രാമിങ്ങിലെ 6 മാർക്ക്. ജയിക്കാനൊക്കെ 25-26 മാർക്കിനടുത്ത് ഞാനിപ്പോ ഈ ഇത്രയും പറഞ്ഞതിനകത്ത് നമുക്ക് ഉറപ്പിച്ച് മറ്റുള്ള ഒന്നും പഠിച്ചില്ലെങ്കിലും കിട്ടും. പിന്നെ ഇനി 4 മാർക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഈ ഏരിയ സർക്കിളിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ജയിക്കാനുള്ളതെല്ലാം ഡയറക്റ്റ് ഈ വർഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യനില് DY/DXനെ കണ്ടുപിടിക്കാനാണ്. അതും എളുപ്പമൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ 2ാമത്തെ പാർട്ട് എല്ലാവരും പഠിച്ചിരിക്കുന്നതാണ്, പാരാമെട്രിക് ഇക്വേഷൻസ് കേട്ടോ. അതാരും പഠിക്കാതെ പോകുന്ന ക്വസ്റ്റ്യൻ അല്ല. അവിടെ നിന്ന് അതിന് 2 മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ സി പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സെക്കൻഡ് ഓർഡറിന്റെ ഒരു പ്രൂഫ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ ചെയ്ത് കാണുമോ ഇല്ലെന്ന് അറിഞ്ഞില്ല. 18 ഞാൻ പറഞ്ഞത് സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ് ഫുൾ മാർക്ക് 6 മാർക്കും എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. X = A ഇൻവേഴ്സ് B അറിയാലോ. നമ്മള് X സോൾവ് ചെയ്യാൻ വേണ്ടി എക്സും y സെറ്റും കണ്ടുപിടിക്കാൻ നമ്മുടെ ഡിറ്റർമിൻസിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇന്റഗ്രേഷൻ, പക്ഷെ ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് പഠിച്ചു കാണത്തില്ലെന്ന് മാത്രം. അതിന്റെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ വന്നത്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അത് നമുക്ക് വേണ്ട. നമുക്ക് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ലീനിയർ പ്രോഗ്രാമിംഗ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ലീനിയർ പ്രോഗ്രാമിംഗിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത്
ആ ഇടയ്ക്കലത്തെ റീജിയനെ കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായി കാണും. എന്നാലും കുഴപ്പമില്ല, ആ ഗ്രാഫൊക്കെ വരയ്ക്കുന്നതിന് 3-4 മാർക്ക് ഉറപ്പിച്ച് കിട്ടും കേട്ടോ. ഉറപ്പിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടാതുള്ളത് വന്നേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ജയിക്കാനൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് പറ്റും. ഇതിൽ കൂടെ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരാറുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ കീയാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ചെയ്തൊക്കെ ഒന്ന് നോക്കാൻ പറ്റും. ഇനി മാർക്കും മീൻസ് ഈ വർഷം ഇതിന്റെ റിസൾട്ടൊക്കെ ഈ മാസം ലാസ്റ്റിലത്തേക്കൊക്കെ വരുമായിരിക്കും കേട്ടോ. അതിന്റെ വാല്യുവേഷൻ ഒക്കെ തന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പലർക്കും പല കോഴ്സുകൾക്ക് ഇത് കഴിഞ്ഞിട്ട് പോകേണ്ടതാണല്ലോ അല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കണം. കാരണം സമയമൊന്നും നിങ്ങൾക്ക് അടുത്ത കോഴ്സിന് ഒരു ചെറിയ ടൈം തരും. ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് അടുത്ത കോഴ്സിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുക. നമ്മൾ മാക്സിമം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.